പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്ലാസ്സുകൾ അനേകർക്ക് അനുഗ്രഹമായി എന്ന് കേൾക്കാനിടയായി. പ്രൈസ് ഗാഡ് ഫോർ ദാറ്റ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ സംസാരിച്ചാൽ ചില സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്ന് ചോദിച്ചാൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. തീർച്ചയായിട്ടും. അത് നമ്മൾ ഈ സ്പിരിറ്റ് സോൾ ബോഡി അല്ലെ ക്രിയേഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് തെസ്സലോണിയൻസ് 5 ഇങ്ങനെ വായിച്ചു, Now may the God of peace himself sanctify you completely, and may your whole spirit, soul and body be preserved blameless at the coming of our Lord Jesus Christ. അപ്പോൾ ഈ ഗോഡ് ഓഫ് പീസ് എങ്ങനെയാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് പോയായിരുന്നു. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങൾ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. സോ നമ്മൾ അന്നത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തില്ല. എന്നാൽ നമ്മൾ നമ്മുടെ വിഷയം ആത്മാവും പ്രാണനും ദേഹവും എന്നുള്ള ആ വിഷയമായിരുന്നത് കൊണ്ട് നമ്മൾ ആ ശുദ്ധീകരണം ഇല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം എന്നുള്ള വിഷയമൊന്നും നമ്മൾ ടച്ച് ചെയ്തില്ല. അപ്പം ആ തിരുവചനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എന്നിട്ട് ദൈവം അത് ചെയ്യുന്നത്. ഞാനത് പറഞ്ഞു, നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ വചനത്തിന് നമ്മൾ കീഴ്പ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മുടെ ലൈഫിൽ ശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ ഓൾറെഡി കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മൾ വാഗൊണ്ട് ഏറ്റു പറയുമ്പോഴേക്കും നമ്മൾ ജസ്റ്റിഫൈഡായി, നമ്മൾ നീതീകരിച്ചു. പിന്നെ അടുത്ത ഭാഗമാണ് സാങ്ക്ടിഫിക്കേഷൻ, ഇല്ലെങ്കിൽ ശുദ്ധീകരണം. ഓക്കെ, നീതീകരണം, ശുദ്ധീകരണം, തേജസ്കരണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിലുള്ളത്. 30 മേനി, 60 മേനി, 100 മേനി. ദാറ്റ്സ് എ ഫുൾനെസ്. അപ്പോൾ നമ്മുടെ ലൈഫ് ലോങ് പ്രോസസ്സാണ് ശുദ്ധീകരണം ഇല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വാക്യം നമ്മൾ നോക്കുമ്പോഴേക്കും സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ എഫേർട്ടിൽ ഇത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തം ഹിതത്തിൽ ഇത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന വിഷയത്തിലും ഞാൻ അതൊന്ന് ടച്ച് ചെയ്തായിരുന്നു. ഡിനൈ യുവർ സെൽഫ്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് നാൾ തോർന്ന് എൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. അതൊന്ന് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഡിനൈ സെൽഫ് എന്നുള്ളൊരു വിഷയമാണ്, സബ്മിറ്റ് ചെയ്യാനുള്ളൊരു വിഷയമാണ്, അല്ലെങ്കിൽ സ്വയത്തെ ത്യജിക്കുക എന്നുള്ളൊരു വിഷയമാണ് ഹാർഡ് പാർട്ട്. അപ്പം നമ്മളിത് ശുദ്ധീകരണം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് സക്സീഡ്. പലപ്പോഴും നമ്മൾ തീരുമാനങ്ങളെടുക്കും, പലതും ആ തീരുമാനങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ ഉള്ള അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ വചനം പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ സമാധാനത്തിൻ്റെ ദൈവം നമ്മളിൽ വസിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. നമ്മൾ ശുദ്ധീകരണത്തിലേക്ക് കൂടുതൽ പോകുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന വേറൊരു വേദഭാഗം പറയാമേ. അത് നമുക്ക് വായിക്കാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന സമാധാനത്തിൻ്റെ ദൈവം, ആ ഒരു വിഷയം മാത്രം ആ തിരുവചനത്തിൽ ഞാനൊന്ന് കാണിക്കാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ കിട്ടിയെങ്കിലൊന്ന് വായിച്ചു 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. മതി. 2 വാക്യം എന്ന് വായിച്ചാൽ നമുക്കത് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. അവിടെ പറയുന്നത്, ഡു നോട്ട് ആങ്ഷ്യസ് അബൌട്ട് നത്തിങ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അല്ലേ? വിചാരമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വിചാരം എപ്പോഴും ഉണ്ടാവും, വിഷയങ്ങളുണ്ടാവും. ഏത് ലൈഫിൽ വിശ്വാസികൾക്കും വിശ്വാസത്തിലല്ലാത്തവർക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. പക്ഷെ തിരുവചനം പറയുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് കരുതി ഡോൺ കെയറായിട്ട് ജീവിക്കാനല്ല, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലധികം ഫോക്കസ് ചെയ്യുന്നില്ല. എന്നാൽ അതിൻ്റെ അകത്ത് കീ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്.
അപ്പോൾ നമുക്ക് വിഷയങ്ങൾ വരുമ്പോൾ, നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, ആവശ്യങ്ങൾ വരുമ്പോൾ, ആ തിരുവചനം പറയുന്ന പ്രകാരം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയുടെ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ, അല്ലേ, നമുക്ക് ആവശ്യങ്ങളുണ്ട്, റിക്വസ്റ്റ് ഉണ്ട്, നമുക്ക് അനേക വിഷയങ്ങളുണ്ട്. രോഗം ഉണ്ടായിരിക്കാം, നമുക്ക് ഫിനാൻഷ്യൽ ഉണ്ടായിരിക്കാം, ജോലിയുടെ ആവശ്യം ഉണ്ടായിരിക്കാം, എന്തെങ്കിലും ആകട്ടെ, നമ്മൾ ലോകത്തിലുള്ള ഏത് വിഷയം, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഭാവം വിട്ടുപോകും. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. ഓക്കെ, പക്ഷേ തിരുവചനം, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് കണ്ടീഷണൽ. അതിന് ആ ദൈവത്തിന്റെ തിരുവചനത്തില് കണ്ടീഷനുണ്ട്, അല്ലേ? പലപ്പോഴും പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തത് നമ്മളെപ്പോഴും അപരാധി മാത്രമേ പറയത്തുള്ളൂ. ബട്ട് സബ്മിറ്റ് യുവർ റിക്വസ്റ്റ് വിത്ത് താങ്ക്സ് ഗിവിങ്. സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. പക്ഷേ ക്രിസ്ത്യൻ മെച്യൂരിറ്റിയിൽ നമുക്കത് സാധിക്കും. നമ്മുടെ ശിഷ്യന്മാരെയും അപ്പോസ്തലന്മാരെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ജയിലിൽ കിടക്കുമ്പോൾ പോലും, തടവറയിൽ കിടക്കുമ്പോൾ പോലും അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് അപ്പോൾ എന്തുകൊണ്ട് അവരത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ദൈവത്തിൻ്റെ പ്രോമിസസ് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ പലതും അവർ മുറുകെ പിടിച്ചത് കൊണ്ടും അവർ അതേപോലെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചത് കൊണ്ടും അവർക്കത് കൊണ്ട് സാധിച്ചു പാടി സ്തുതിക്കാനും. അവരുടെ പ്രയാസങ്ങളുടെ മധ്യേയും പ്രശ്നങ്ങളുടെ മധ്യേയും അവർക്ക് ദൈവത്തെ പാടി സ്തുതിപ്പാൻ അവർ സഹായിച്ചു. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന നമ്മുടെ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ ഒരു ആവശ്യം നമ്മൾ അറിയിക്കുമ്പോൾ, യു ഹാവ് ടു സബ്മിറ്റ് ദാറ്റ് വിത്ത് താങ്ക്സ് ഗിവിങ്. സ്തോത്രത്തോടെ നിങ്ങൾ എല്ലാറ്റിനും പ്രാർത്ഥനകളുടെ അപേക്ഷയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക എത്ര വേണ്ടത്. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞ എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. അപ്പൊ സ്തോത്രത്തോടെ അറിയിച്ചില്ലെങ്കിലോ കാക്കത്തില്ല. ലൈക്ക് ദ പീസ് ഓഫ് ഗോഡ്. എന്നാൽ അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വചനം കണ്ടീഷണലായപ്പോൾ. അപ്പോ ആ ഒരു തിരുവചനം എഴുതി വെച്ചിരിക്കുന്നത് അത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തണം. പക്ഷേ ആ തിരുവചനത്തിന്റെ സ്ട്രക്ചർ, വാട്ട് എവർ ഇറ്റ് സേസ്, ജസ്റ്റ് ഡു ഇറ്റ്. മറിയ പറഞ്ഞതുപോലെ, അവന് നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ച് അതുപോലെ ചെയ്യും. ഇപ്പൊ തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാറ്റിനും പ്രാർത്ഥന അപേക്ഷയിൽ നിങ്ങൾ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച ആവശ്യങ്ങൾ അവിടെ നടക്കുമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അതെന്തിനായിരിക്കും അത് ചെയ്തത്? നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചത്. എന്നാൽ ആവശ്യങ്ങളല്ലേ ദൈവം നടത്തി തരേണ്ടത്. പക്ഷെ ആവശ്യങ്ങൾ നടത്തി തരുന്നതിന് മുൻപ് സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന്റെ ഒരു സമാധാനം നമ്മുടെ നിലവുകളെയും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ, നമ്മുടെ ഹൃദയത്തിലും ദൈവാദ്യം തരും. എന്തിനു വേണ്ടിയാ? നമ്മൾ വിചാരപ്പെടുമ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു രണ്ടുപേരും തമ്മിൽ ആർഗ്യൂ ചെയ്യുന്നെന്ന് വിചാരിച്ചു. നമ്മളൊരു വിഷയത്തിൽ നമ്മൾ ആർഗ്യൂ ചെയ്ത് സംസാരിക്കുമ്പോൾ രണ്ടുപേരും പറയുന്ന രണ്ടുപേരും കേൾക്കത്തില്ല. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യം മാത്രം ഇങ്ങനെ പറയാനായിരിക്കും, ആർഗ്യുമെന്റ് ജയിക്കാനായിരിക്കും. ഓക്കെ, നമ്മളൊരു വിഷയത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അങ്ങനെ തന്നെ, ഒരു വിഷയത്തിൽ കൂടി കടന്നു പോകുമ്പോഴേക്കും നമുക്ക് ആ സമയത്ത് വേറെ ഒരു കാര്യം ഓർമ്മ വരത്തില്ല. നമുക്ക് നമ്മുടെ പ്രോബ്ലം നമ്മുടെ മുമ്പിലുള്ള ആ മലയാണ്, നമ്മുടെ മുമ്പിലുള്ള ആ വിഷയമാണ്. വേറെ ഒന്നും നമ്മൾ കാണുന്നില്ല, മുന്നോട്ട് ഒരു കാര്യം കാണുന്നില്ല. കഴിഞ്ഞ തലേ ദിവസം വരെ ദൈവം നമ്മളെ നടത്തിയതായിരിക്കും, ദൈവത്തിന്റെ വിടുതൽ നമ്മൾ അനുഭവിച്ചതായിരിക്കും, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചതായിരിക്കും. അതെല്ലാം നമ്മൾ മറന്നു പോകും. നമ്മൾ ആ ഇന്ന് ഫേസ് ചെയ്യുന്ന വിഷയത്തെ നമ്മൾ ഫോക്കസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിന്റെ സമാധാനം പോവും. നമ്മളുടെ ചിന്തയിലും ഈ കാര്യങ്ങൾ തന്നെ, നമ്മൾ ഉറങ്ങുമ്പോഴും ഊണിലും ഉറക്കത്തിലും എല്ലാം ഇത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ നിലവുകളെയും ഹൃദയങ്ങളെയും അവിടെ ദൈവം എന്തായിരിക്കുന്ന ദൈവത്തിന്റെ ഒരു സമാധാനം, അല്ലേ? ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, അത് നല്ലൊരു ഉദാഹരണമല്ല. എന്നാൽ ഇപ്പം നാട്ടിലൊക്കെ നമ്മളൊരു വീടിനൊക്കെ ലോൺ അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. നമുക്കൊരു 10 ലക്ഷം രൂപയുടെ ലോണ്, ഇല്ലെങ്കിൽ 1 കോടി രൂപയുടെ ലോണ്.
നമ്മളത് വീടിന് ഇതെല്ലാം അപ്രൂവ് ആയി കഴിഞ്ഞാൽ അവർ മുഴുവൻ ഇങ്ങോട്ട് തരത്തില്ല. ആദ്യം ചിലപ്പോൾ ഒരു 1,00,000 രൂപ തരും. എന്നിട്ട് പണി നടക്കുമ്പോൾ അനുസരിച്ച് അടുത്ത ഗഡു അവരിങ്ങനെ റിലീസ് ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നമ്മൾ അറിയിച്ചു. അപ്പോൾ ദൈവം ആദ്യം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സമാധാനം നമ്മളിലേക്ക് ആദ്യം തരും. സോ നമ്മളത് റിസീവ് ചെയ്യണം. റിസീവ് ചെയ്തിട്ട് യു ഹാവ് ടു ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇല്ലെങ്കിൽ അടുത്ത വചനത്തിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ദൈവത്തിൻ്റെ ആ സമാധാനം നമുക്ക് ലഭിക്കാതെ നമുക്ക് അടുത്ത് പറഞ്ഞിരിക്കുന്ന വാക്യം നമുക്ക് കിട്ടത്തില്ല ഒരിക്കലും. ഓക്കെ, ഞാനെപ്പോഴും ഈ 4 വാക്യത്തെ സ്പിരിച്വൽ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയാറുണ്ട്. നമ്മൾ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് തരും അല്ലേ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് തരുമ്പോഴേക്കും ചിലത് 3 ദിവസത്തെ കോഴ്സുണ്ട്, 5 ദിവസത്തെ കോഴ്സുണ്ട്, 7 ഡേ കോഴ്സുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു 3 ദിവസം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ അസുഖം ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും. പക്ഷെ ഡോക്ടേഴ്സ് പറയും ആൻറ്റിബയോട്ടിക്സ് മുഴുവൻ കഴിക്കണം, ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഒരു വാക്യമായത് 4 വാക്യം. നമ്മൾ 2 വാക്യം വായിച്ചിട്ട് നിർത്തരുത്. പലപ്പോഴും നമ്മൾ ഈ ഒരു വാക്യം വായിച്ചിട്ട് നിർത്തും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, അത് നമ്മൾ മറന്നു പോകും. നമ്മൾ വിചാരപ്പെട്ടിട്ട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കും. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യം നടന്നില്ലെന്നുള്ള ചിന്ത പിന്നെ നമ്മൾ വിചാരപ്പെടുക ചെയ്യുന്നത്. See, we don't follow the word of God. തിരുവചനം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുങ്കൽ കാക്കും. അപ്പോൾ ആ ഒരു സമാധാനം ദൈവസന്നിധിയിൽ നിന്ന് ദൈവം ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ആ സമാധാനം നമുക്ക് കിട്ടാറില്ല, നമ്മളത് സ്വീകരിക്കാറില്ല. കാരണം നമ്മളുടെ മുമ്പിലുള്ള വിഷയമാണ് നമുക്ക് വലുത്. മനസ്സിലായില്ലേ? കാരണം അത് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മളുടെ ഫോക്കസ് എപ്പോഴും ആ വിഷയത്തിന്മേലാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നത്തിന്മേലാണ് നമ്മളുടെ കണ്ണ്. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ സമാധാനം അല്ലെങ്കിൽ ദൈവവചനം ഒന്നും നമ്മളിൽ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ആ സമാധാനം സകല ബുദ്ധിയും കഴിയും. അത് നമുക്ക് മനസ്സിലാകത്തില്ല ആ സമയത്ത്. യു കനോട്ട് കോംപ്രിഹെൻഡ്. അതാ സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുങ്കൽ കാക്കും എന്ന് പറയുന്നത്. അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ പോലും നമ്മളിത് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിച്ചാലേ പറ്റത്തുള്ളൂ. ഒരു കംപ്ലൈൻ്റ് ആയിട്ടോ മർമറിങ് ആയിട്ടോ പിറുപിറുക്കലിൻ്റെ അനുഭവത്തിലോ കൊടുത്താൽ അത് കിട്ടത്തില്ല. അത് തന്നെ ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത്. അവർ ചെങ്കടലിൽ കടത്തി, അവർ ഫറവനും അതെല്ലാം അവർ ചെങ്കടലിൽ മുങ്ങിപ്പോന്ന് അവർ കണ്ണുകൊണ്ട് കണ്ടു, ഇവർ രക്ഷപ്പെടുത്തിയത് കണ്ടു. എന്നാലും ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്കും കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ച ദൈവത്തെ അവർ മറന്നിട്ട് ഉടനെ അവരുടെ വായിൽ നിന്ന് വരുന്ന എന്താ? ഇസ്രായേൽ മക്കളെ ഞങ്ങളിവിടെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? ഇവിടെ ഒന്നുമില്ല, അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. അവിടെ ഞങ്ങൾ ചുറ്റുള്ളി ഓട്ടുപാത്രങ്ങളിലെ കലങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരുന്നു. ഇവർ കഴിച്ചായിട്ടൊന്നും പറയുന്നില്ല, ഈ കലങ്ങളുടെ അടുക്കൽ ഇരുന്ന കാര്യം. അതായത് പണ്ട് ഇങ്ങനെയായിരുന്നു. പലപ്പോഴും നമ്മളങ്ങനെ പണ്ട് നല്ലതായിരുന്നു, ഇപ്പോൾ ഇതൊന്നുമില്ല. നമ്മൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി മറന്നു പോകും. അത് ഒരിക്കലും ചെയ്യരുത്. ഓൾവേസ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും ലോർഡ് താങ്ക് യു, ദൈവമേ നന്ദി, എന്നെ വിടുവിച്ചതിന് നന്ദി. നമുക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിലും നിത്യശിക്ഷാവധിയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചല്ലോ. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും നമ്മളെ ആക്കി രാജ്യത്തിന് അവകാശികളാക്കി. സ്തോത്രം ചെയ്യാൻ നമുക്ക് 100 കാര്യങ്ങളുണ്ട്. സോ when you do that, ഒരു താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് അതാ ഏറ്റവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. ലോർഡ് താങ്ക് യു, ലോർഡ് താങ്ക് യു ഫോർ യുവർ സൺ. കർത്താവ്, പിതാവ് ദൈവമേ, നിന്റെ പുത്രനെ എനിക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായിട്ട് അടച്ചതിന് സ്തോത്രം. ഓക്കെ, അപ്പോൾ ആ ഒരു താങ്ക്സ് ഗിവിങ് ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ഇത് ഞാൻ ആൻറ്റിബയോട്ടിക്സ് നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം ഈ വാക്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്, പക്ഷേ ദൈവത്തിൻ്റെ വചനം കണ്ടീഷണലാണ്. ഈ 2 വാക്യം വായിച്ചപ്പോൾ തന്നെ നമുക്കത് കിട്ടി. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയിൽ അപേക്ഷയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം. അപ്പൊ നമ്മൾ അങ്ങനെ അറിയിച്ചില്ലെങ്കിലോ, യു ഡോണ്ട് ഈവൻ ഗെറ്റ് ദ പീസ് ഓഫ് ഗാഡ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. പീസ് ഓഫ് ഗാഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാക്കി നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് എന്നാലേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഗോഡ് ഓഫ് പീസിന്റെ കാര്യമാണ് ചോദിച്ചത്. പക്ഷെ ഇതിപ്പോ ദൈവത്തിന്റെ സമാധാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഗോഡ് ഓഫ് പീസ് അല്ല. അപ്പം അതിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കാം. ഇത് അല്പം ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചോദിച്ച മരം ഫുള്ളായിട്ടില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ സമയത്തിൻ്റെ കുറവുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ.